ഹായ് ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും നമ്മുടെ ഡോക്ടർ റോബിനെ അറിയാത്തൊരാരും തന്നെ ഉണ്ടാവില്ല അല്ലേ. സീസൺ 4 വിജയ് ആകേണ്ട ആളായിരുന്നു, പക്ഷേ ആയില്ല. 70 ഡേയ്സിൽ പുറത്തേക്ക് ഇറങ്ങി വന്ന ഒരാളാണ് റോബിൻ. അദ്ദേഹം ഇപ്പോൾ അനുമോളെക്കുറിച്ച് ഞെട്ടിക്കുന്ന കുറേ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതൊക്കെ ഒരുവിധം കറക്റ്റ് തന്നെയാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് നടത്തിയിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് നോക്കാം. എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ആൾ പറയുന്നത് വെച്ചാൽ, ബിഗ് ബോസ് പ്ലാറ്റ്ഫോം വഴി വന്ന ഒരാളാണ് ഞാൻ. പെട്ടെന്ന് തന്നെ ബിഗ് ബോസിൽ നിന്ന് ഞാൻ ഡിസപ്പിയറായി. അത് മാത്രമല്ല, ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്നിട്ടും ഞാൻ ഡിസപ്പിയറായി. അത് ഞാൻ കൽപ്പിച്ചു കൂട്ടി ചെയ്തതാണ്. എന്താ വെച്ചാൽ, വളരെയധികം കോൺട്രവേഴ്സിയിൽ പെടാതെ നിൽക്കാനാണ് എനിക്കിപ്പോൾ ഇഷ്ടം. ഒരുപാട് അങ്ങനെ പെട്ടിരുന്നു, കോൺട്രവേഴ്സിയിലൊക്കെ പെട്ടിരുന്നു. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ പെരുമാറുക. അതാണ്. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ലായിരുന്നു. ഞാനും ബിഗ് ബോസിൽ പെർഫെക്റ്റ് അല്ലായിരുന്നു. ഞാൻ അത്ര കളിച്ച നേടുന്ന ആളൊന്നും ആയിരുന്നില്ല. പക്ഷേ എന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഒരാളെപ്പോലും അനുകരിക്കാതിരിക്കുക, അപ്പോഴാണ് നമ്മൾ എന്തുണ്ടാവുക, ആരും ചതിക്കാതിരിക്കുക, ഒരാളെപ്പോലും അനുകരിക്കാതിരിക്കുക, അപ്പോഴാണ് നമ്മൾ മുന്നേറുക എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ അനുമോളെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അനുമോളെ പോലെയല്ല ഗെയിം കളിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പ്രേക്ഷകനായി നിന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പ്രേക്ഷകർ ഇഷ്ടം നോക്കിയിട്ടാണ് ഞാൻ കളിച്ചിരുന്നത്. അനുമോൾ അങ്ങനെയല്ല കളിച്ചിരുന്നത്. മത്സരാർത്ഥികൾക്ക് എതിരെ കളിച്ച് പ്രീതിപ്പെടുത്താൻ നോക്കിയ ആളാണ് അനുമോൾ. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഞാൻ മത്സരാർത്ഥികൾക്ക് എതിരെ കളിച്ചിട്ടില്ല, പ്രീതിപ്പെടുത്താൻ നോക്കിയിട്ടുമില്ല. അത് എൻ്റെ രീതിയിൽ എനിക്ക് കറക്റ്റായിരുന്നു എന്ന് റോബിൻ കൃത്യമായി പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അനീഷിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ കറക്റ്റായിട്ട് തന്നെ പ്രവർത്തിച്ചത്. അതുപോലെ അനീഷ് ഒരാളെയും അനുകരിക്കുന്നില്ല. മറ്റുള്ളവർ ചോദിക്കുന്നില്ല, അനീഷ് റോബിനെ അനുകരിക്കുന്നതാണോ? ഒരിക്കലുമല്ല കേട്ടോ. അയാൾ സെൽ മീ ദ ആൻസറിൽ പോലും അയാൾ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് വരുന്ന ആ രംഗമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടുള്ളതാണ്. അനീഷ് ഒരിക്കലും അനുകരിക്കുന്നില്ല. ഡോക്ടർ റോബിൻ തന്നെ പറയുന്നുണ്ട്, സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് അയാൾ പെരുമാറുന്നത്. എത്രയൊക്കെ PR ഉണ്ടായാലും ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടേ എന്ന് ഒരു നല്ലൊരു പോയിന്റും പറയുന്നുണ്ട്. വോട്ടിങ്ങിൽ ഒരിക്കലും തിരിമറിക്കാനാവില്ല കേട്ടോ. ബിഗ് ബോസിന് അങ്ങനെ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, കോർട്ടിൽ കേസ് വന്നാൽ ഇതിൻ്റെയൊക്കെ തെളിവ് നമുക്ക് കാണിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, നമ്മളൊരു ആരെങ്കിലും ഒരാൾ കേസ് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ തെളിവ് അവർക്ക് ഇതാക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും ബിഗ് ബോസ് അവിടെ തലപ്പത്തൊന്നും ഒരിക്കലും അത് കറക്ഷൻ അവർ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി അനുമോളെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ചെല്ലുന്ന സ്ഥലത്ത് ജനങ്ങൾ തിങ്ങിക്കൂടിയിരുന്നത് ഒരിക്കലും ഞാൻ വിളിച്ചു വരുത്തിയ ആൾക്കാരല്ല, കാശ് കൊടുത്ത് വരുത്തിയ PR-കളല്ല. പക്ഷേ ഞാൻ പോലും ഞെട്ടിയിട്ടുണ്ട്. ഞാൻ ഇറങ്ങിയപ്പോൾ ആളുകളുടെ തിക്കും തിരക്കും കണ്ട് ഞെട്ടിയിട്ടുണ്ട്. ഞാൻ PR-നെ ഏൽപ്പിക്കാതെയാണ് ഞാൻ പോയത്. ഒരുപാട് പേരാണ് എന്നെ കാണാൻ വന്നത്. ജനസമുദ്രമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അത് എൻ്റെ അറിവോടെയല്ല, ഞാൻ PR ആർക്കും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനിയും കുറേ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. നമുക്കിങ്ങനെ ഓരോന്നോരോന്ന് നോക്കാം കേട്ടോ. പുള്ളിക്കാരി അനുമോളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും പരാതി അനുമോൾക്കെതിരെ ഉണ്ടെങ്കിൽ ലീഗലി മൂവ് ചെയ്യൂ. അല്ലാതെ ഈ ഓൺലൈൻ മീഡിയാസിൽ വന്നിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന ഒരു കാര്യം ഇവിടെ ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട്. 1 വീക്ക് നിന്നാൽ പോലും ആ ബിഗ് ബോസ് ഹൗസ് ഭയങ്കരമാണ്. എന്നുവെച്ചാൽ 1 വീക്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് അതിനുള്ളിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി ഇദ്ദേഹം പറഞ്ഞ കുറച്ച് ലൈൻസ് നമുക്കൊന്ന് വോയിസ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ. ഞാൻ ഗെയിം കളിക്കുന്ന സമയത്ത് കണ്ടസ്റ്റൻസിന് അഗൻസ്റ്റ് ആയിട്ടല്ല കളിച്ചിരുന്നത്. ഞാൻ പ്രേക്ഷകനായിട്ട് നിന്ന് പ്രേക്ഷകർക്ക് എന്ത് ഇഷ്ടപ്പെടും, പ്രേക്ഷകരുമായിട്ട് ഒരു കണക്ഷൻ വരുത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു. അത് എനിക്ക് ഒരുവിധം എഫക്റ്റീവായി, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ആ ഒരു കണക്ഷൻ എന്നോട് ഉള്ളതും. ക്രൗഡ് പുള്ളിങ് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ജനങ്ങളുമായിട്ട് ഒരു കണക്ഷൻ. ഇപ്പം ഞാൻ ഒരു സ്ഥലത്തും പോകുന്നത് ഞാൻ വിളിച്ച് വരുത്തുന്ന ആൾക്കാരല്ല. ഇവിടെ എയർപോർട്ടിൽ വന്നതാണ് ഞാൻ ഞെട്ടിപ്പോൾ. ഞാൻ എങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് എയർപോർട്ടിൽ വരുന്ന സമയത്ത് അതൊക്കെ ഒരിക്കലും ആരും വിളിച്ച് വരുത്തിയത് ഒന്നുമല്ല. മനസ്സിലായില്ലേ? ഞാൻ ഒരു PR-നെ പോലും ഏൽപ്പിക്കാതെയാണ് പോയിട്ടുള്ളത്. സോ അതെല്ലാം ഇനി വരുന്ന സീസണിലാണെങ്കിലും പ്രേക്ഷകർക്ക് എന്താണോ ഇഷ്ടം, പ്രേക്ഷകരുടെ പൾസ് അനുസരിച്ച് അതിനോടൊപ്പം നമ്മുടെ ഗെയിം കളിക്കുന്നതിനോടൊപ്പം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കൂടെ ഗെയിം അനലൈസ് ചെയ്ത് നമുക്ക് കളിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഇറങ്ങുമ്പോൾ ക്രൗഡ് പുള്ളി പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ സീസണിലെ ചില കണ്ടസ്റ്റന്റുകൾ പറയുന്നുണ്ട് വോട്ടിംഗ് അടക്കം ഫേക്ക് ആണ്, അല്ലെങ്കിൽ വോട്ടിംഗ് ചെയ്യണമെന്നൊക്കെ. അല്ല, അങ്ങനെ ഫേക്ക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അവർ ലീഗലി മൂവ് ചെയ്തിട്ട് അത് പ്രൂവ് ചെയ്യട്ടെ. ചുമ്മാ ആർക്കെങ്കിലും എഗൻസ്റ്റ് എന്തെങ്കിലും അലിഗേഷൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ലീഗലി മൂവ് ചെയ്ത് അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ.
ഇനി ചോദിക്കുന്നുണ്ട് കേട്ടോ, ദിൽഷയുടെ വോട്ട് ഇപ്പോൾ റോബിൻ പറഞ്ഞത് കൊണ്ടാണല്ലോ ദിൽഷയ്ക്ക് വോട്ട് കിട്ടിയത്, അപ്പോൾ റോബിനാണല്ലോ ദിൽഷയുടെ PR എന്നൊക്കെയുള്ള ലെവലിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ദിൽഷയുടെ പേരൊന്നും പറഞ്ഞിട്ട് എന്നെ ഇറക്കയറ്റഞ്ഞ് നോക്കണ്ട, ഇത് 7th സീസണാണ്, ഞാൻ 4th സീസണിലെ ആളാണ്, എനിക്ക് ഓർമ്മയില്ല, ഇവരെയൊന്നും ഓർമ്മയില്ല, ദിൽഷയെക്കുറിച്ചും എനിക്ക് ഓർമ്മയില്ല, എല്ലാവരോടും എനിക്ക് ഇഷ്ടം മാത്രമെന്ന് പറഞ്ഞ ആൾ പോകുന്നുണ്ട്. ആളിപ്പോൾ അങ്ങനെ കോൺട്രവേഴ്സിലേക്കൊന്നും ചാടി ഇടപെടാൻ നിൽക്കുന്നില്ല കേട്ടോ. പിന്നെ പൊടിയുടെ കാര്യം പറയുന്നുണ്ട്, പൊടി എന്താ ബിഗ് ബോസിൽ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത്, പൊടിക്ക് താല്പര്യമുണ്ടെങ്കിൽ ബിഗ് ബോസിൽ പോകട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും പൊടിക്ക് PR വെക്കില്ല എന്ന് പറയുന്നുണ്ട്. കളിച്ച് കിട്ടുന്നത് മാത്രം മതി, PR കൊണ്ട് വന്നിട്ട് എന്താ ഉണ്ടാവുന്നത്, പനിമോൾക്ക് കണ്ടില്ലേ PR എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ കുറച്ച് കാലം സപ്പോർട്ട് ചെയ്യും, പിന്നെ PR കൊടുത്താൽ വിജയം ഉറപ്പ് തന്നെ, പക്ഷെ ആ വിജയം നിലനിൽക്കില്ല എന്നും കൂടി നമ്മുടെ റോബിൻ പറയുന്നുണ്ട്. അത് സീസൺ 7 വരെയുള്ള ഏറ്റവും നല്ല മത്സരാർത്ഥിയായിരുന്ന റോബിൻ്റെ വായിൽ നിന്നിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നത് കേട്ടോ. കുറച്ച് നാൾ അവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും, PR-കാർ കുറച്ച് നാടൻ മുറിക്കാനും ഇതിനൊക്കെ കുറച്ച് മേടിച്ചു തരും. ഇത് കഴിഞ്ഞാൽ എല്ലാം തകിടം മറിയും. പിന്നെ ആ PR കൊണ്ട് കിട്ടിയ വിജയം നമുക്ക് ഒരു ശാശ്വതമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ലക്ഷ്മിയുടെ കാര്യം ചോദിക്കുന്നുണ്ട്, ലക്ഷ്മി ചെയ്യുന്നത് ശരിയാണോ, അമ്മ എന്താ പറയുക കുമ്പിടി എന്നൊക്കെ പേര് കിട്ടിയിട്ടുണ്ട്, മറുകണ്ഠം ചാടുന്ന ആളാണ്, ശരിയാണോ ചോദിക്കുന്നുണ്ട്. അതെന്തുകൊണ്ട് ബ്രോ, ലക്ഷ്മി ചെയ്യുന്നത് വ്യക്തിപരമായിട്ട് എനിക്ക് ഒന്നും പറയാനില്ല, അത് ലക്ഷ്മിയുടെ ഇഷ്ടമല്ലേ, എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല, കുമ്പിടിയാണെന്ന് തോന്നില്ല. ലക്ഷ്മി വേണമെങ്കിൽ കുറച്ച് ഇവരെ സപ്പോർട്ട് ചെയ്യാം, അവരെ സപ്പോർട്ട് ചെയ്യാം, ആരെ വേണമെങ്കിലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് ഒരു വോയിസ് കൂടി നമുക്ക് കേൾക്കാം. ഇല്ല, പഴയ കാര്യങ്ങളല്ലേ, പഴയ കൂട്ടുകെട്ടൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ. അല്ല, എനിക്ക് ആരുമായിട്ട് ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല, എല്ലാവരുമായിട്ടും സൗഹൃദം മാത്രമേ ഉള്ളൂ, എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അടുത്ത സീസണിൽ പൊടി പോകാൻ സാധ്യത? പൊടി പോവാൻ അത് പൊടിയുടെ അടുത്ത് ചോദിക്കണം. പൊടിക്ക് താല്പര്യമുണ്ടെങ്കിൽ പൊടി പോട്ടെ, അത്രേ ഉള്ളൂ. പൊടിക്ക് താല്പര്യമുണ്ടെങ്കിൽ പോട്ടെ, പൊടി പോകുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരിക്കലും ഇല്ല. പൊടി ഇൻ കേസ് പൊടിയുടെ ഇഷ്ടപ്രകാരം പൊടി പോവുകയാണെന്നുണ്ടെങ്കിൽ പൊടി അവിടെ കളിച്ച് പൊടിക്ക് കിട്ടുന്നത് മാത്രം ഇത് ചെയ്തിട്ട് വരട്ടെ. അല്ല ഞാൻ പിന്നെ എൻ്റെ വൈഫ് എന്നുള്ള രീതി ഒബ്വിയസ്ലി ഞാൻ സപ്പോർട്ട് ചെയ്യും. എന്താ പറയുക, PR കമ്പനിക്കൊന്നും അങ്ങനെ കൊടുക്കത്തില്ല. അതിന് കൊടുത്തു കഴിഞ്ഞാൽ നിലനിൽക്കത്തില്ല ബ്രോ. അത് കാരണം സീസൺ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ആ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ പൈസ അത് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് നിർത്തും, മനസ്സിലായില്ല. പിന്നെ ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതും കമൻറ്റ് ചെയ്യത്തില്ല. ബ്രോ, ഈ ലക്ഷ്മിനെ കുറിച്ച് ഇപ്പൊ കുമ്പടിയാണെന്നുള്ള രീതിയിലൊക്കെ ഓരോ സാധനം അനുമോളുടെ PR-നെ കുറിച്ച് പറഞ്ഞത് കേട്ടല്ലോ, എല്ലാവരും കേട്ടല്ലോ. പൊടിക്ക് ഞാൻ PR വെക്കില്ല, അത് ശാശ്വതമല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് കുറച്ച് നാൾ ഇപ്പോൾ കണ്ടില്ലേ, കുറച്ച് നാൾ ഇപ്പോൾ ഈ PR കിടന്ന് ചീത്ത വിളിക്കും. സാധാരണ ഫാൻസ്, അനുമോളുടെ ഫാൻസ് ഒരാളും ചീത്ത പറയാൻ നിൽക്കുന്നില്ല, പക്ഷേ ഈ PR-കളാണ് എല്ലാവരും ചീത്ത പറഞ്ഞ് അനുമോളെ വളരെ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കുന്നത്. അങ്ങനെയാണ്. പിന്നെ ഫൈസൽ ഖാനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്തിടെ നടന്ന മലബാർ ഗോൾഡിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഫൈസൽ ഖാനെ എനിക്കറിയാം, വളരെ നല്ല ജെന്യൂൻ ആയിട്ടുള്ള പേഴ്സണാണ്, പുള്ളിക്കാരനല്ല അത് ചെയ്തത്, കൂടെയുള്ള ഒരാളാണ്. തെറ്റ് പറ്റാമല്ലോ, എല്ലാവർക്കും തെറ്റ് പറ്റാമല്ലോ. പുള്ളിക്കാരൻ വൃത്തികെട്ട ആളൊന്നുമല്ല, ഒരുപാട് ദാനം ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് തെറ്റ് പറ്റിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് വേറെ പലരുമാണ്. അപ്പോൾ അവരെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇത് അറിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ അത് ഡിലീറ്റ് ചെയ്തു. തെറ്റ് പറ്റിയതല്ലേ, അത് പോട്ടെ. ഇപ്പോൾ എനിക്ക് എന്തുമാത്രം തെറ്റ് പറ്റിയിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ കോളേജിൽ പോയിട്ട് അലറി വിളിച്ചിരുന്നതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അതൊക്കെ തെറ്റ് തിരുത്തിയല്ലോ. ഇപ്പം നോക്കി അലറി വിളിക്കലൊന്നുമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ താങ്കൾ അലറി വിളിക്കാറില്ലിരിക്കുന്നത്. നല്ലൊരു ഫംഗ്ഷനൊക്കെ കിട്ടിയാൽ ഇപ്പം നിങ്ങളായാലും ബ്രോ അലറി വിളിക്കില്ലേ, നല്ലൊരു ഫംഗ്ഷനൊക്കെ ആവട്ടെ. അന്നല്ലാതെ അന്ന് ആ സമയത്ത് എനിക്ക് നല്ല ഫെയിമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫെയിം എക്സ്പ്ലോർ ചെയ്തു. അതെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ. എനിക്കിപ്പോൾ 35 ഇയേഴ്സ് ഓൾഡായി. അന്നെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര വയസ്സില്ല, അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പെരുമാറി. ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അല്ല കല്യാണമൊക്കെ കഴിഞ്ഞ് എന്താ നിങ്ങൾ ഹണിമൂൺ ട്രിപ്പൊന്നും പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് വേണം ഹണിമൂൺ ട്രിപ്പ് പോകുന്നത്. എനിക്ക് എൻ്റേതായ കുറേ ജോലി തിരക്കുണ്ട്, പൊടിക്ക് പൊടിയതായ കുറേ ജോലി തിരക്കുണ്ട്. പിന്നെ ഹണിമൂൺ ട്രിപ്പ് ഒരു കൺട്രി ഞങ്ങൾ പോയിട്ടുണ്ട്, നെക്സ്റ്റ് ഞങ്ങൾക്ക് പോകാൻ ഞങ്ങൾ പ്ലാൻ ഉണ്ട്, അതിപ്പോൾ ഈ അടുത്ത് തന്നെ ഉണ്ടാവും. പിന്നെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഫെബ്രുവരി വരികയാണ്. ആ സമയത്ത് പൊടി ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അറിയിക്കും കേട്ടോ. വീഡിയോ എല്ലാ ഓൺലൈൻ മീഡിയാസിനെയും വിളിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. നിങ്ങളെ പൊടി തന്നെ അറിയിച്ചോളും, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. എത്രയോ മാന്യതയോട് കൂടിയിട്ടാണ് ഇയാൾ സംസാരിക്കുന്നത് അല്ലേ. ആ അലറി വിളിയും എല്ലാം ഇല്ലാതായി മാന്യതയോട് കൂടി വളരെ ഡീസൻ്റായിട്ട് ജയിച്ചു വരാൻ പറ്റിയ തക്കതായ ശേഷിയുള്ള ഒരു PR-നെ വയ്ക്കാത്ത ഒരു മത്സരാർത്ഥി തന്നെയാണെന്ന് തല പൊക്കി പിടിച്ച് നമ്മുടെ റോബിന് പറയാം. ഓക്കെ, താങ്ക് യു.